ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഈശ്വരൻ എവിടെ? പ്രേമസ്വരൂപരേ, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ? ഈ തർക്കം എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്നു. ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക: ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുക അസാധ്യം. അറിവുള്ളവനെ അറിവില്ലാത്ത കാര്യം ലളിതമായ ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുവാൻ എളുപ്പമാണ്. അല്പജ്ഞാനം കൊണ്ട് അഹങ്കരിച്ചു നടക്കുന്നവരെ പഠിപ്പിക്കുക ദുഷ്കരവും. കണ്ണുകൾക്ക് എത്രയോ വലിയ കാഴ്ചകൾ കാണുവാനാകും. പക്ഷേ കണ്ണുകൾക്ക് അതിരിക്കുന്ന മുഖം കാണുവാനാകുന്നില്ല. ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. പക്ഷേ കണ്ണിന് സ്വശരീരത്തെ പൂർണ്ണമായി കാണുവാൻ സാധിക്കുന്നില്ല. സ്വന്തം മുഖവും പിൻഭാഗവും കാണണമെങ്കിൽ എന്തു ചെയ്യണം? 2 കണ്ണാടി എടുക്കുക. ഒന്ന് മുന്നിലും മറ്റേത് പിൻഭാഗത്തും വെക്കുക. അപ്പോൾ മുൻവശവും പിൻവശവും കാണാം. നിങ്ങളുടെ യഥാർത്ഥ സത്തയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് സ്വയം അറിയണമോ? ആത്മജ്ഞാനമാകുന്ന കണ്ണാടി മുന്നിലും ഈശ്വര കൃപയാകുന്ന കണ്ണാടി പിന്നിലും ഉറപ്പിക്കൂ. നിങ്ങൾക്ക് എല്ലാം അറിയാനാകും. ദിവ്യത എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം, അതീന്ദ്രിയ ശക്തി എന്നൊക്കെയാണ് അധികം പേരും സ്മരിക്കുക. ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലേ ഗ്രഹിക്കുവാനാകൂ. ആഴത്തിലേക്ക്, അഗാധതയിലേക്ക് മുങ്ങിച്ചെന്നാലേ അടിത്തട്ടിൽ കിടക്കുന്ന പ്രേമതത്വം അറിഞ്ഞാൽ മാത്രമേ ദിവ്യതയെക്കുറിച്ചുള്ള ചെറുജ്ഞാനമെങ്കിലും ലഭിക്കൂ. എന്നിലുള്ള ദിവ്യത സമ്പാദിച്ചതോ നേടിയെടുത്തതോ കൂട്ടിച്ചേർത്തതോ അല്ല. ഈ ജീവിതവേളയിൽ എതിർച്ചയാ ലഭിച്ചതുമല്ല. കാലദേശ സംസ്കാരങ്ങൾക്കനുസരിച്ച് ആ ദിവ്യത സ്വയമേവ പ്രകടമാകുന്നു. എന്റെ ദിവ്യലീലകളെ ഇങ്ങനെ വിഭജിക്കാം: ചമത്കാരം, സംസ്കാരം, പരോപകാരം, സാക്ഷാത്കാരം. എന്താണ് ചമത്കാരം? വിശദീകരിക്കാനാവാത്ത, പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സംഭവത്തിലെ ആകർഷണീയത. ഇത് അവതാരത്തിന്റെ സഹജഭാവമാണ്. രാമൻ എന്നാൽ രമയിതി രാമ എന്നല്ലേ? കൃഷ്ണൻ എന്നാൽ കർഷയതി എന്നാണല്ലോ. ആകർഷിക്കാനുള്ള നിസ്തുലമായ എന്റെ കഴിവ് അവതാരത്തിന്റെ സ്വഭാവം തന്നെ എന്ന് മനസ്സിലാക്കൂ. എന്തിനാണ് അവതാരങ്ങൾ ആകർഷിക്കുന്നത്? വഞ്ചിക്കുവാനോ കുൽസിത മാർഗങ്ങളിലൂടെ നയിക്കുവാനോ അല്ല. അവതാരത്തിന്റെ ലക്ഷ്യം ജീവനെ പരിവർത്തനപ്പെടുത്തുക, പുനർനിർമ്മിക്കുക, നവജീവൻ പകരുക. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. എന്തിനാണ് വ്യക്തിയെ ഇങ്ങനെ പുനർനിർമ്മാണം നടത്തുന്നത്? വ്യക്തിയെ തനിക്കും സമൂഹത്തിനും പ്രയോജനമുള്ളതാക്കുവാൻ, അവനിലെ അഹന്ത മാറ്റി സകല ജീവികളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ. സംസ്കരണത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി വിനയമുള്ളവനും കരുണയുള്ളവനുമാകുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിൽ അവനിൽ താല്പര്യം ഉണരും. ഇതാണ് പരോപകാരം എന്ന തലം. ഇത്തരത്തിലുള്ള സേവനം ഒരുവനെ ഈശ്വര ഐക്യത്തെക്കുറിച്ച് ബോധവാനാക്കും. ആ ഒന്നു തന്നെ പലതെന്ന് അയാൾക്ക് ബോധ്യമാകും. അവസാന ഘട്ടമാണ് സാക്ഷാത്കാരം. വേദം അരുളുന്നു: അനശ്വരത സിദ്ധിക്കുന്നത് ത്യാഗത്തിലൂടെയാണ്, അനാസക്തിയിലൂടെയാണ്. ധനത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ ചടങ്ങുകളിലൂടെയോ പുത്രാദികളിലൂടെയോ അല്ല. ത്യാഗസന്നദ്ധനാകുന്നതിലൂടെ ഒരാളുടെ പ്രേമം അതിരുകൾ ലംഘിച്ച് പ്രപഞ്ചമാസകലം നിറയുന്നു. ഇതിനു മാത്രമാണ് സായി ലീലകളാടുന്നത്. നിങ്ങൾ ഒരു പുഷ്പം കാണുന്നു, അതിനാൽ ആകർഷിക്കപ്പെടുന്നു. ആ പുഷ്പത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും നശിക്കും വരെ നിങ്ങളത് കൈവശം വെക്കും. വ്യക്തിയും ഇതുപോലെ അവതാര പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ ആകർഷിക്കപ്പെടുന്നതോടുകൂടി അവനിൽ സത് സംസ്കാരം രൂപപ്പെടുകയായി. ചെറിയൊരു കഷ്ണം ഇരുമ്പെടുക്കുക. ഒരുപക്ഷെ അതിന് നിസ്സാര വില പോലും കിട്ടിയെന്ന് വരില്ല. ആ ഇരുമ്പ് കഷ്ണം നട്ടും ബോൾട്ടുമാക്കുക, അല്ലെങ്കിൽ സ്പ്രിംഗ് ആക്കുക, അല്ലെങ്കിൽ സ്ക്രൂ ഉണ്ടാക്കുക. ഇരുമ്പ് കഷ്ണത്തിന്റെ രൂപം മാറുന്നതോടെ വിലയും വലിയ തോതിൽ മാറുന്നത് കാണാം. ഇതുപോലെ തന്നെ അവതാര ലീലകളാൽ ആകർഷിക്കപ്പെട്ട മനുഷ്യൻ വിലയുള്ളവനായി മാറുന്നു. അവൻ ശ്രേഷ്ഠനും സന്തോഷവാനുമാകുന്നു. അവൻ സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരിയാകുന്നു. അങ്ങനെ ആ മനുഷ്യൻ മഹാത്മാവായി രൂപം പ്രാപിക്കുന്നു. സാഹോദര്യത്തെക്കുറിച്ചും ഈശ്വരാനുഗ്രഹത്തെക്കുറിച്ചും പിന്നീട് സംസാരിക്കാനും തുടങ്ങുന്നു. ഈശ്വരനെ കുറിച്ചോ ആധ്യാത്മികതയെക്കുറിച്ചോ പഠിക്കാത്തവരാണ് ഈശ്വര നിഷേധം നടത്തുന്നത്. കണ്ണിന് കാണുവാനാകും,
കേൾക്കുവാൻ കഴിയില്ല. കാതിന് കേൾക്കാം, കാണുവാനോ സംസാരിക്കുവാനോ കഴിയില്ല. ഓരോന്നിനും അതിൻ്റെതായ പരിമിതികളുണ്ടെന്ന് സാരം. അത് മനസ്സിലാക്കുക. പ്രേമത്തിലൂടെ, വിശ്വാസത്തിലൂടെ, സേവയിലൂടെ മാത്രമേ ഈശ്വരനെ അറിയുവാനാകൂ. യുക്തി കൊണ്ട് ഈശ്വരനെ അറിയാനോ അളക്കാനോ കഴിയില്ല. നിഷേധിച്ചത് കൊണ്ട് ഈശ്വരൻ ഇല്ലാതാകുന്നില്ല. തത്വങ്ങൾക്ക് അതിനെ വെളിപ്പെടുത്താനും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസരവാദം മാത്രം. മനസ്സിന്റെ സമനില കാത്തു സൂക്ഷിക്കുക. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധതയുള്ളവരാകുക. ചഞ്ചലപ്പെടരുത്. ഞാൻ നിന്ദാസ്തുതികൾക്ക് അതീതനാണ്. എന്റെ നിസ്സീമമായ പ്രേമം എല്ലാവരിലേക്കും ഒഴുകുന്നു. എന്റെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ സഹനശക്തിയോടെ എല്ലാറ്റിനെയും നേരിടുവാനാണ് ഞാൻ ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ജലദോഷമുള്ളവന് പുഷ്പഗന്ധം അനുഭവിക്കുവാൻ കഴിയില്ല. ഈശ്വരനെ അറിയാനും കീർത്തിക്കാനും കഴിയാത്തതും അജ്ഞാനമെന്ന രോഗം കൊണ്ട് തന്നെ. ഓം തത് സത്ത്.